ഇപ്പോൾ വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ അതിമനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ എൻ ഊര് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് എൻ ഊര്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊരു ഗോത്ര പൈതൃക ഗ്രാമമാണ്. വയനാടൻ ഗോത്ര ഊരുകളെ അനുസ്മരിപ്പിക്കും വിധം പണികഴിപ്പിച്ച പുൽക്കുടിലുകൾ, കുടിലുകൾക്കിടയിലെ ഇടവഴികൾ, മൺചുവരുകൾ എന്നിങ്ങനെ വേറിട്ടൊരു ദൃശ്യാനുഭവമാണ് എൻ ഊര് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എൻ ഊര് എന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ താമരശ്ശേരി ചുരം കയറി മുകളിലെത്തുമ്പോഴുള്ള ലക്കിടി എന്ന പ്രദേശത്താണ് എൻ ഊര് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയുടെ സൈഡിൽ തന്നെ എൻ ഊരിലേക്കുള്ള പ്രവേശന കവാടമുണ്ട്. ലക്കിടിയിലെ സുഗന്ധഗിരി കുന്നിന് മുകളിലാണ് എൻ ഊര് സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് എൻ ഊരിലെത്താൻ കഴിയുക. ഈ 2.5 കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള കയറ്റമായതിനാൽ ഈ പ്രവേശന കവാടത്തിൽ നിന്നും ജീപ്പ് സർവീസ് ഉണ്ട്. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് 2.5 കിലോമീറ്റർ ദൂരം നടന്നും മുകളിലേക്ക് എത്താവുന്നതേയുള്ളൂ. മുകളിലെ പ്രവേശന കവാടം വരെയാണ് ജീപ്പ് സർവീസ് നടത്തുന്നത്. കവാടത്തിൽ ടിക്കറ്റ് കാണിച്ച ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ ആദ്യം നടന്നെത്തുന്നത് പരമ്പരാഗത ശൈലിയിൽ പണിത ഈ കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ ഒരു കഫറ്റേരിയയാണ് പ്രവർത്തിക്കുന്നത്. കഫറ്റേരിയയുടെ ഇരുവശത്തുമായി പല കാഴ്ചകളുണ്ട്, അതൊക്കെ വഴിയെ പറയാം. ആദ്യം തന്നെ നമുക്ക് എൻ ഊരിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഗോത്ര ഗ്രാമത്തിലേക്ക് തന്നെ പോകാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ കഫറ്റേരിയയും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും ഉള്ള ഈ കുന്നിന് തൊട്ടപ്പുറത്തുള്ള മലഞ്ചെരുവിലാണ് ഈ ഗോത്ര പൈതൃക ഗ്രാമം പണിതിരിക്കുന്നത്. അവിടത്തേക്ക് പോകുവാനായി അതിമനോഹരമായൊരു വോക്ക് വേ പണിതു വെച്ചിട്ടുണ്ട്. ഈ നീളൻ വോക്ക് വേയിലൂടെ നടന്നു വേണം നമുക്ക് അവിടത്തേക്ക് പ്രവേശിക്കാൻ. വെട്ടുകല്ലുകൾ പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ വോക്ക് വേ. വോക്ക് വേയുടെ ഇരുവശവും മൺചുമരുകൾ പോലെ അതിമനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മണലും സിമെൻറ്റും ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഭിത്തിയാണ്. എന്നാൽ ഇതിന് മൺചുമരുകളുടേതുപോലുള്ള ടെക്സ്ചറുകളും കളറുകളും നൽകി അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വോക്ക് നമ്മൾ ആദ്യം എത്തുന്നത് ഗോത്ര ഗ്രാമത്തിൻ്റെ ആദ്യത്തെ പുൽക്കുടിലാണ്. വയനാടൻ ഊരുകളിൽ കണ്ടുവരാറുള്ള പരമ്പരാഗത വീടുകളുടെ അതേ ഛായയിലാണ് കുടിൽ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ തിണ്ണയിൽ ഒരു പരമ്പരാഗത ഭരണി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, തട്ടുതട്ടായാണ് കുടിലുകൾ പണിതിരിക്കുന്നത്. ഓരോ കുടിലിനും വരാന്തയും മുറ്റവും അടുത്ത കുടിലിലേക്ക് പോകാനുള്ള ഇടവഴികളുമൊക്കെയുണ്ട്. പുൽക്കുടിലുകൾക്കിടയിലെ ഈ ഇടവഴികളിലൂടെ സഞ്ചരിക്കുവാൻ നല്ല രസമാണ്. സഞ്ചാരികളിൽ പലരും ആ ഇടവഴികളിലൂടെ വീണ്ടും വീണ്ടും കൗതുകത്തോടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള കുടിലുകളെല്ലാം തന്നെ വിവിധ മാതൃകയിലാണ് പണിതിരിക്കുന്നത്. ഈ കാണുന്ന വീടിനകത്തേക്ക് കയറിയാൽ വിശാലമായൊരു ഹാളും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടവും ഒക്കെ കാണാം. പഴയ ഗോത്ര വീടുകളിൽ ഇത്തരം ഇരിപ്പിടങ്ങൾ സാധാരണമായിരുന്നു. വീട്ടിനകത്ത് മറ്റ് ഉപകരണങ്ങളൊന്നും തന്നെ പ്രദർശിപ്പിച്ചിട്ടില്ല. വയനാടിൻ്റെ തനത് വീട്ടുപകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ മൺതിട്ടകൾ അഥവാ കയ്യാലകൾ ഈ വിധം അടിച്ചുറപ്പിച്ച് മണ്ണുകൊണ്ട് മെഴുകി മനോഹരമാക്കിയതുപോലെയാണ് ഒരുക്കിയിട്ടുള്ളത്. സിമെൻറ്റും മണലുമെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെയും ചുമരുകൾ
ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ മണ്ണിൻ്റെ കളറും മണ്ണിൻ്റെ ടെക്സ്ചറുകളും ഒക്കെ നൽകി ഇത് ഒരു മൺചുമരാണെന്ന പ്രതീതി ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട വീടുകളെല്ലാം തന്നെ ഒറ്റനോട്ടത്തിൽ ഒരുപോലെയാണെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ഉൾക്കാഴ്ചകളിൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഓരോ വീടുകളും ഈ വിധം വെവ്വേറെ ശൈലിയിലാണ് പണിതിട്ടുള്ളത്. വരാന്തകൾ ഉള്ളവ, വരാന്തകൾ ഇല്ലാത്തവ, അകത്ത് ഇരിപ്പിടങ്ങളോട് കൂടിയ ഹാളുകളുള്ളവ, നീളൻ മുറികളോട് കൂടിയവ, മരത്തൂണുകൾ ഉള്ളവ, 4 ഭാഗവും തിണ്ണകൾ ഉള്ളവ, മുമ്പിൽ മാത്രം തിണ്ണകൾ ഉള്ളവ എന്നിങ്ങനെ വിവിധ ശൈലിയും രൂപകൽപ്പനയും ഉള്ളവയാണ് ഇവിടുത്തെ വീടുകൾ. വയനാട്ടിലെ പരമ്പരാഗത ഗോത്രഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതിമനോഹരമായിട്ടാണ് ഈ ഗോത്രഗ്രാമം ഇവിടെ പണിതിരിക്കുന്നത്. വയനാട്ടിലെ ഗോത്ര ഊരുകളിൽ ഈ വിധത്തിലാണ് ഒരു കാലത്ത് വീടുകൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ മിനിയേച്ചറുകൾ എന്ന രീതിയിലാണ് ഇവിടെ അത് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വീടുകളുടെയും മേൽക്കൂര പണിതിരിക്കുന്നത് പുല്ലുകൊണ്ടാണ്, അഥവാ നെല്ലിൻ്റെ കച്ചി കൊണ്ട് ഭംഗിയായി ആവരണം ചെയ്താണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം കുടിലുകൾ ഇന്ന് വയനാട്ടിൽ നമുക്ക് അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. സുഗന്ധഗിരിക്കുന്നിൻ്റെ ചെരുവുകളിൽ തട്ടായാണ് മനോഹരമായ ഈ പുൽക്കുടിലുകൾ പണിതിരിക്കുന്നത്. വിസ്മയകരമായ വനഭംഗിയിൽ മലഞ്ചെരുവുകളിൽ ഇങ്ങനെ ഈ വിധം തട്ടായി പണിതിരിക്കുന്ന ഈ കുടിലുകൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. സഞ്ചാരികളെല്ലാം തന്നെ കുന്നിൻ ചെരുവിലെ ആ പുൽക്കുടിലുകളിലേക്ക് നോക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്.